KFC 50 കോടി രൂപ വരെ ഹോട്ടൽ പ്രൊജക്റ്റിന് കൊടുക്കും. 2% അതിനൊരു പലിശ സബ്സിഡിയോട് കൊടുക്കാൻ വേണ്ടി KFC ഉൾപ്പെടെ തീരുമാനിച്ചിരിക്കണം. നമ്മുടെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ടൂറിസം തുടങ്ങിയ മേഖലയിൽ പ്രത്യേക പ്രയോറിറ്റി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. തൊട്ടുമുമ്പ് നമ്മുടെ പോർട്ട് സംബന്ധിച്ച് വിഴിഞ്ഞം പോർട്ട്, വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ട്രയാങ്കിൾ സംബന്ധിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു സർ. അതിനകത്ത് എല്ലാം ധാരാളം സ്വകാര്യ നിക്ഷേപം ഉൾപ്പെടെ, ലാൻഡ് പൂളിംഗ് ഉൾപ്പെടെ, സ്വകാര്യ PPP മോഡൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, എറണാകുളത്തുനിന്ന് കോയമ്പത്തൂർ വഴി അങ്ങ് ബാംഗ്ലൂരിനുള്ള കോറിഡോറുണ്ട്, കോഴിക്കോട് നിന്ന് മംഗലാപുരം കോറിഡോറുണ്ട്. സർ, എല്ലാ സ്ഥലത്തും സ്വകാര്യ നിക്ഷേപത്തിന് പ്രത്യേക പ്രയോറിറ്റി കൊടുക്കുന്നു. സർ, ടൂറിസത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഇപ്പം ഈ വർഷത്തെ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തത് KFC 50 കോടി രൂപ വരെ ഹോട്ടൽ പ്രൊജക്റ്റിന് കൊടുക്കും. 2% അതിനൊരു പലിശ സബ്സിഡിയോട് കൊടുക്കാൻ വേണ്ടി KFC ഉൾപ്പെടെ തീരുമാനിച്ചിരിക്കണം. സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖല ഈ ടൂറിസം പോലെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അവിടെ ടൂറിസം മേഖലയിൽ ഒരു കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞു. ടൂറിസത്തിന് ഇലക്ട്രിസിറ്റി റേറ്റുകളിലൊക്കെ ഹയർ റേറ്റ് ഉണ്ടെങ്കിലും അതിനകത്ത് തുടങ്ങുന്നില്ല. പക്ഷേ വ്യവസായത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇത് തുടങ്ങുന്നതിന്, അത് ആരംഭിക്കുന്നതിനും മറ്റുള്ള കണ്ടീഷൻസിനകത്ത് വ്യവസായത്തിന് പോലെ സ്റ്റാറ്റസ് കൊടുക്കുമെന്നും ഇവിടെ പറഞ്ഞാണ് സർ. ഇതെല്ലാം സ്വകാര്യ മേഖലയുടെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് നിക്ഷേപത്തിനും കേരളത്തിൽ കൂടുതൽ ജോലി ഉണ്ടാകാനും വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ ഭാഗമാണ് സർ.